ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെഎം ട്രിപ്പിൾസ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ തൊലിയൊക്കെ കറുത്ത് പോയ പഴമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അതുപോലെ ഇതിലേക്ക് ഞാനിവിടെ ഒരു മുട്ടയും കൂടി എടുക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനാദ്യം ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളെ പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, അത്യാവശ്യം തന്നെ നല്ല പഴുത്ത പഴമാണ്. അതിന് കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഉൾവശത്ത് തന്നെ കളറൊന്നും മാറി വന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള പഴങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഞമ്മക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയേക്കരം. നമ്മളത് പുറത്തേക്ക് വലിച്ചെറിയേക്കരം. അപ്പം അതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ആ പഴം വേസ്റ്റ് ആവും ചെയ്യൂല. നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. ഒരുപാട് കാരം കുറഞ്ഞൊന്നും കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മളത് മിക്സിയിലിട്ട് കാണാൻ നല്ലോണം അടിച്ചെടുക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്താൽ മതി. പഴം ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതാണ് മൂന്നാമത്തെ പഴം ഞാൻ അതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ സ്നാക്കായിട്ട് കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാക്കണം പഴമൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് 2 കോഴിമുട്ടയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നുള്ളി ഏലക്കായ് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം ഇനി അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സിൻ്റെ ജാറിലിട്ട് കാണാൻ നല്ലോണം അടിച്ചെടുക്കണം. വെള്ളം പാരേണ്ട ഒരു ആവശ്യമില്ല. കാരണം വെച്ചാൽ 2 മുട്ടേൻ്റെ ഒരു വെള്ളം ഒക്കെ ഉണ്ടാവും ഇതിൽ. നല്ലോണം ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കണ്ടിയിൽ അതുപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടിയിൽ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലേക്കരം നമ്മൾ ഈ പഴം ഒന്ന് അടിച്ചെടുത്തത് വരിക കേട്ടോ. ഞാൻ മിക്സിൻ്റെ ജാറിലതൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. സാധാ അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടി ഒന്നല്ല. അത് 2 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പലഹാരം ഒന്ന് സോഫ്റ്റ് ആവാനാണ് കേട്ടോ നമ്മൾ ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ കട്ടകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഇതുപോലെ നമ്മൾ സ്പൂൺ വെച്ച് കണ്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് കേട്ടോ, ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അത് 1/4 കപ്പായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ചീച്ചയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ചേർക്കുക. അതുപോലെ കുറച്ചീച്ച ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ ഇതിനനുസരിച്ച് കിട്ടൂല കേട്ടോ. അപ്പോൾ അതാക്കൊണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ആ ഒരു പൊടിയൊക്കെ ഒരു തിക്നെസ്സിലൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന ഒരു വിധത്തിൽ വേണം കേട്ടോ ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ വേണം. നമ്മൾ സ്പൂണിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് വിട്ട് വരണം. ആ ഒരു രീതിയിൽ വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും ഈവനിങ് റെസിപ്പീസും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാക്കണോ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ ഒന്ന് ആവണം കേട്ടോ. ഇതിലേക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കടിക്കാനുണ്ടാവുന്നത് രസമായിരിക്കും, അതുകൊണ്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു തിക്നെസ്സിൽ വേണം ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നല്ലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും കേട്ടോ. അപ്പോൾ ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ സ്പൂണ് വീതം ഇതുപോലെ ഒന്ന് ചെറിയ ബോൾസ് ആക്കി കാണുന്ന ഒഴിച്ച് കൊടുക്കാം. പ്രത്യേക ഷേപ്പൊന്നുമില്ല കേട്ടോ. നമ്മൾ എങ്ങനെയാണോ അതിലേക്ക് ഒഴിക്കുന്നത് ആ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ ഈ പലഹാരത്തിൻ്റെ ഷേപ്പ്. ഞാനിത് അതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കുട്ടികൾക്കൊക്കെ കയ്യിൽ പിടിച്ച് കഴിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഒരു ഭാഗം
ഒന്ന് ഗോൾഡൻ കളറൊക്കെ ആയി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെയുള്ളൊരു കോരി ഉണ്ടല്ലോ, ആ കോരി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ സ്നാക്ക് ഒരുപാട് എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒഴിച്ച് വെച്ച ഒരു ഓയിൽ അതിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അതാവട്ടെ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ആക്കിയെടുക്കാം. എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കാം കേട്ടോ. ഇതിന് മുമ്പ് നിങ്ങൾ ഈ പലഹാരം ഉണ്ടാക്കി നോക്കിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ അതാക്കണം ഇതുപോലെ ചെറിയ ഗോൾഡൻ കളറൊക്കെ ആവുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാക്കണം നമ്മുടെ പലഹാരം മുഴുവനും ഞാനിവിടെ നിന്ന് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും തീരെ ഇല്ല കേട്ടോ എണ്ണ. കണ്ടില്ല, അതുപോലെ തീരെ എണ്ണ ഇല്ല. നമ്മളെ കയ്യിലൊന്നും എണ്ണ ആകേ ഇല്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ട്. ബായ്, അസ്സലാമു അലൈക്കും.